വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ലബനാൻ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് ദിവസങ്ങളായി. ഇസ്രായേൽ വിജയിച്ചതായി ഇസ്രായേലും ഹിസ്ബുള്ള വിജയിച്ചതായി ഹിസ്ബുള്ളയും അവകാശപ്പെടുന്നു. ഇരുവിഭാഗവും സ്വയം വിജയം അവകാശപ്പെടുമ്പോൾ തോറ്റുപോയത് ഇരുവിഭാഗത്തെയും ജനങ്ങളാണെന്ന സത്യം വിസ്മരിക്കപ്പെടുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ കയറി ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇസ്രായേൽ ഗസയ്ക്കുമേൽ യുദ്ധം ആരംഭിച്ചത്. ഇസ്രായേലിന്റെ അതിശക്തമായ ആക്രമണത്തെ തുടർന്ന് ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലബനനിലെ ഹിസ്ബുള്ളയും യുദ്ധരംഗത്തേക്ക് പ്രവേശിച്ചത്. ഹിസ്ബുള്ളയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഗസൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നതായിരുന്നു. ഗസയ്ക്കുമേലുള്ള ഇസ്രായേലിന്റെ നിഷ്ഠൂരമായ യുദ്ധം അവസാനിപ്പിക്കും വരെ ഇസ്രായേൽ സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടായിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് യുദ്ധമുഖത്തേക്ക് എടുത്തു ചാടിയവരാണ് ഹിസ്ബുള്ള. ആദ്യം ഇസ്രായേലും ഹിസ്ബുള്ളയും ക്രോസ് ബോർഡർ ഫൈറ്റിംഗിൽ മാത്രം ഒതുങ്ങുന്ന ആക്രമണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ലബനൻ തലസ്ഥാനമായ ബൈറൂത്തിലേക്ക് വരെ വ്യാപിച്ച വ്യോമാക്രമണങ്ങളിൽ അരങ്ങേറി. അതേപോലെ തന്നെ ലബനനിൽ നിന്നും ഹിസ്ബുള്ളയുടെ ആക്രമണം വടക്കൻ ഇസ്രായേലിൽ നിന്നും ഇസ്രായേലിന്റെ ഹൈഫയിലും ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലബീവിലേക്കും വ്യാപിച്ചു. രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾ പലായനം ചെയ്യാൻ തുടങ്ങി. രണ്ട് ഭാഗങ്ങളിലെയും ബോർഡർ പ്രദേശങ്ങളിലെ 10,000-കണക്കിന് സാധാരണ ജനതയുടെ പാർപ്പിട സമുച്ചയങ്ങൾ തകർന്നു തരിപ്പണമായി. ഇസ്രായേലിന്റെ സൈനിക ശക്തിയോട് താരതമ്യം ചെയ്യുമ്പോൾ ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി തീരെ അപര്യാപ്തമാണ്. ഇസ്രായേൽ സൈന്യം ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തുമ്പോൾ വളരെ ശക്തി കുറഞ്ഞ റോക്കറ്റുകളും മിസൈലുകളും കൊണ്ട് ചെറുത്തുനിൽപ്പ് നടത്തുക മാത്രം ചെയ്തു ഹിസ്ബുള്ള. ശത്രു വിമാനങ്ങളെ തുരത്താനുള്ള വിമാനവേദ സംവിധാനങ്ങൾ വരെ ഇല്ലാത്ത ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്താൻ ഇസ്രായേലിന് തീരെ പ്രയാസമുണ്ടായില്ല എന്നാണ് സത്യം. അതേസമയം അത്യാധുനിക സംവിധാനങ്ങളുള്ള ഇസ്രായേൽ ആവട്ടെ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ 80% ചെറുത്തു എന്നത് നിഷേധിക്കാനാവാത്തതാണ്. എന്നാൽ ഹിസ്ബുള്ളയുടെ ഓരോ ചെറിയ റോക്കറ്റുകളെയും തടയാൻ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് ഇസ്രായേലിനുണ്ടായത്. ഇങ്ങനെ അധിക സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുക വഴി ഇസ്രായേൽ തീർത്തും ശക്തമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിരിക്കുമെന്നതിൽ സംശയമില്ല. ഇസ്രായേലിന്റെ സാമ്പത്തിക ശോഷണവും വടക്കൻ ഇസ്രായേലിൽ നിന്നും കുടിയൊഴിഞ്ഞു പോയവരെ തിരികെ എത്തിക്കുമെന്ന വെല്ലുവിളിയും ഇസ്രായേലിനെ ഒരു വെടിനിർത്തലിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാൻ. അതേസമയം ലബനൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുക വഴി ഹിസ്ബുള്ള സ്വയം ബലഹീനരാവുകയാണ് ചെയ്തത്. ഹിസ്ബുള്ളയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ ഗസൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നതിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വലിയ തിരിച്ചടികളും വലിയ നഷ്ടങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം അതിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ ഹസൻ നസ്രുള്ളയുടെ മരണമാണ്. ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിന് ശേഷം വന്ന ഹാഷിം ഷഫീദ്ദീൻ കൊല്ലപ്പെട്ടതായി പിന്നീട് വാർത്ത വന്നിരുന്നു. ഹിസ്ബുള്ളയുടെ പല മുതിർന്ന കമാൻഡോസും നേതാക്കളും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഈ ഗസ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഭാഗമായിക്കൊണ്ട് നഷ്ടങ്ങളല്ലാതെ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നതാണ് സത്യം. ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം ഹിസ്ബുള്ളയുടെ വളർച്ചയെ ഏകദേശം ഒരു 20 വർഷമെങ്കിലും പിന്നോട്ട് വലിച്ചിരിക്കണം. അതിലുപരി ലബനന്റെ സാമ്പത്തിക നിലവാരം തകിടം മറിക്കുകയും ജനങ്ങളുടെ ജീവിത നിലവാരം പരിതാപകരമാക്കുകയും ചെയ്തു. കരയുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത ആളുകളെങ്കിലും പലായനം ചെയ്തിട്ടുണ്ടായിരിക്കണം. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ അഭയാർത്ഥികളായി പോയവരിൽ പലരും തിരിച്ചു വരാൻ തുടങ്ങിയെങ്കിലും തെക്കൻ ലബനാനിലേക്കുള്ള തിരിച്ചുവരവ് ഇസ്രായേൽ സേന തടഞ്ഞിരിക്കുകയാണ്. ഈ 60 ദിവസത്തെ വെടിനിർത്തൽ സമയം ഇസ്രായേൽ സേന ലബനൻ വിട്ടുപോകുകയില്ല എന്ന് ഉറപ്പാണ്. ഹിസ്ബുള്ളയുടെ വെടിനിർത്തലാനന്തര ദിവസങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യുകയായിരിക്കും ഇസ്രായേലിന്റെ ലക്ഷ്യം. അങ്ങനെ യാതൊരു ഏറ്റക്കുറച്ചിലുമില്ലാതെ യാതൊരു പ്രയാസങ്ങളുമില്ലാതെ കടന്നുപോകുന്ന 60 ദിവസം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇസ്രായേൽ സേന ലബനൻ വിട്ടുപോകുകയുള്ളൂ. ഇസ്രായേൽ സേന ലബനൻ വിട്ടുപോകുകയില്ല എന്നത് തന്നെ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ പരാജയമായി മാറുന്നു. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേനയുടെ നിറഞ്ഞ സാന്നിധ്യത്തിന് പുറമെ 15,000-ഓളം വരുന്ന ലബനീസ് സേനയും അതിനു പുറമെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയും നിലയുറപ്പിക്കുന്നു. എന്നാൽ തെക്കൻ ലബനനിൽ ലിഥാനിയ നദിക്ക് തെക്ക് ഭാഗത്തേക്ക് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കാനും പാടില്ല എന്നതാണ് ഇസ്രായേലിന്റെ വ്യവസ്ഥ. കൃത്യമായും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം നൽകുന്ന വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ളയെ തീരെ ദുർബലമാക്കി എന്ന് തന്നെ വേണം പറയാൻ. സൈനിക ശേഷിയിൽ ഹിസ്ബുള്ളയോട് തുല്യം ചാർത്താനാവാത്ത ഹമാസ് ഇസ്രായേലിന് അടിയറവ് പറയാതെ പിടിച്ചു നിന്നപ്പോൾ ഹമാസിന് വേണ്ടി യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയ ഹിസ്ബുള്ള മൂക്കുകുത്തി വീഴുന്ന കാഴ്ചയാണ് നാം കണ്ടത്.
വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രായേൽ സേന തെക്കൻ ലബനാനിലും സൈദോണിലും വീണ്ടും വ്യോമാക്രമണം നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ നൽകുന്ന ന്യായം കരാർ ലംഘനം നടന്നുവെന്നാണ്. തെക്കൻ ലബനനിലേക്ക് ഹിസ്ബുള്ള തിരികെ വരരുത് എന്നാണ് ഇസ്രായേലിന്റെ തീർപ്പ്. ആ വ്യവസ്ഥയ്ക്ക് വിപരീതമായി തിരികെ വരുന്നവരുടെ കൂട്ടത്തിൽ ഹിസ്ബുള്ള പ്രവർത്തകരും തിരിച്ചു വന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഇസ്രായേൽ നടത്തിയ രണ്ടാക്രമണങ്ങളിൽ ഒന്ന് ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകൾക്കാണെന്നും മറ്റൊന്ന് സൈദോണിലെ ഹിസ്ബുള്ള പ്രവർത്തകർക്ക് നേരെയാണെന്നുമാണ് ഇസ്രായേലിന്റെ പക്ഷം. ചുരുക്കത്തിൽ ലബനനും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാർ തീർത്തും ഏകപക്ഷീയമാണെന്നും സമ്മതിക്കേണ്ടി വരും. ഈ കരാർ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒന്നാണ്. ഈ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് മാറ്റാം എന്ന് സാരം. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഈ യുദ്ധത്തോടെ പാടെ തകർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.